നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടും നഗരവും ഫുട്ബോൾ ലഹരിയിൽ. ജൂൺ 11 ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിന് വേണ്ടിയുള്ള മത്സര കളിയുടെ ആഹ്ലാദ തിമിർപ്പിലാണ് ഫുട്ബോൾ കലാകാരന്മാരും ഫുട്ബോൾ പ്രേമികളും. തൃശൂർ നിയോജക മണ്ഡലത്തിലെ വില്ലടം പേരേപ്പാടം ഭാഗത്ത് മിന്നൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ വീട് തൃശൂർ MLA രാജൻ ജെ പല്ലൻ സന്ദർശിച്ചു. സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ ദുരിതബാധിതർക്കും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി പ്രഖ്യാപിച്ച ധനസഹായം ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ കൈമാറി. കൊമ്പഴ രാമഞ്ചിറ മേഖലയിലെ ആനശല്യം MLA സ്ഥലം സന്ദർശിച്ചു. 3 കിലോമീറ്റർ നീളത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കുമെന്ന് MLA K രാജു. വാർത്തകൾ വിശദമായി. നാടും നഗരവും ഫുട്ബോൾ ലഹരിയിൽ. ജൂൺ 11 ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിന് വേണ്ടിയുള്ള മത്സര കളിയുടെ ആഹ്ലാദ തിമിർപ്പിലാണ് ഫുട്ബോൾ കലാകാരന്മാരും ഫുട്ബോൾ പ്രേമികളും. നഗരവീഥികളിലും ഗ്രാമപ്രദേശങ്ങളിലും കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളും സമാനമായ ആകർഷണവും ഉത്സാഹവും ഇരട്ടിയാക്കുന്ന വിജയശ്രീ ലാളിതരായവരുടെ ചിത്രം സഹിതം പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. തെക്കുങ്കര പഞ്ചായത്തിലെ വിരുപ്പാക്ക, കരുമത്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭീമാകാരമായ പോസ്റ്ററുകളാണ് ഫിഫ ലോകകപ്പ് മത്സരത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒരു ദിവസം കൂടി പിന്നിടുമ്പോൾ തങ്ങളുടെ ആരാധനാ കഥാപാത്രങ്ങളുടെ മത്സരക്കളി ആവോളം ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫുട്ബോൾ പ്രേമികൾ. നഗരവീഥികളിലെല്ലാം വലിയ കമാനങ്ങളാണ് ഉയരുന്നത്. പല സംഘടനകളും ക്ലബ്ബുകളും സാമ്പത്തിക സഹായവും നൽകുന്നുണ്ടെന്ന് ഫുട്ബോൾ ആസ്വാദകരും ഫുട്ബോൾ പ്രേമികളും പറയുന്നു. ഉറക്കമൊന്നും പ്രശ്നമില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഉത്സവ പ്രതീതി ജനിപ്പിക്കും വിധമാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തെ വരവേൽക്കുന്നത്. USA, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് യഥാക്രമം മത്സരങ്ങൾ അരങ്ങേറുന്നത്. തൃശൂർ നിയോജക മണ്ഡലത്തിലെ വില്ലടം പേരേപ്പാടം ഭാഗത്ത് മിന്നൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ വീട് തൃശൂർ MLA രാജൻ ജെ പല്ലൻ സന്ദർശിച്ചു. നാശനഷ്ടമുണ്ടായ വീടുകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും രാജൻ ജെ പല്ലൻ MLA പറഞ്ഞു. ഇന്നലെ രാവിലെ ഏകദേശം 9 മണിയോടെയാണ് ചുഴലിക്കാറ്റുണ്ടായത്. കാറ്റിൽ തെങ്ങുകൾ ഒടിഞ്ഞു വീഴുകയും വലിയ മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. മിക്കവാറും വീടുകളുടെ മേൽക്കൂര സമീപ പ്രദേശങ്ങളിലേക്ക് പറന്നുപോയി. ആളപായം ഉണ്ടായില്ലെന്നും MLA രാജൻ ജെ പല്ലൻ പറഞ്ഞു. വാഹന ഗതാഗതം തടസ്സമില്ലാതെയാക്കുന്നതിനും വൈദ്യുതി ലൈനുകളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ട നടപടികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഗാർഹിക LPG സിലിണ്ടറുകളുടെ എണ്ണം കുറച്ച് കേന്ദ്രം. ഒരു വർഷം ലഭിക്കുന്ന സബ്സിഡി സിലിണ്ടറുകൾ 9 നിന്ന് 4 ആയാണ് കുറച്ചത്. 14.2 കിലോഗ്രാം ഗ്യാസ് സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് സബ്സിഡി എണ്ണം കുറച്ചത്. 300 രൂപയാണ് ഒരു സിലിണ്ടറിന് കേന്ദ്രം സബ്സിഡിയായി നൽകുന്നത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിലെ ദുരന്തബാധിതർക്കും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി. തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ ദേവസ്വം മന്ത്രി K മുരളീധരൻ ധനസഹായ വിതരണം നിർവഹിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടമായ 16 പേരുടെ കുടുംബങ്ങൾക്ക്
1,00,000 രൂപയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും മറ്റ് ദുരിതബാധിതർക്കും 50,000 രൂപ വീതവുമാണ് MA യൂസഫ് അലി പ്രഖ്യാപിച്ചത്. ദുരിതബാധിതർക്കായി ഇടപെട്ട ലുലു ഗ്രൂപ്പിന്റെയും ചെയർമാൻ യൂസഫ് അലിയുടെയും ശ്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി നന്ദി പ്രകാശിപ്പിച്ചു. വെടിക്കെട്ട് നിർത്തലാക്കുന്ന തീരുമാനം സർക്കാരിന്റെ നയമല്ലെന്നും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കൂടെ നിർത്തുന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ തൃശൂർ MLA രാജൻ ജെ പല്ലൻ, തൃശൂർ ADM R മനോജ്, ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ പ്രീത സക്കറിയ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ COA ആൻഡ് ഡയറക്ടർ ഫഹാസ് അഷ്റഫ്, CMD സെക്രട്ടറി EA ഹാരിസ്, മീഡിയ ഹെഡ് NB സ്വരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വ്യക്തികളുടെയും ഭാവന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അവിടെ ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ച സഹായത്തിന് ലുലു ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാരിന് വേണ്ടി നന്ദി പറയാൻ കൂടെ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. വ്യക്തിപരമായി ശ്രീ യൂസഫ് അലി അവരുടെ എല്ലാ രംഗത്തുമുള്ള, ഈ രംഗത്തുനിന്ന് മാത്രമല്ല എല്ലാ രംഗത്തും അദ്ദേഹം സാമ്പത്തികമായി സഹായിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സഹായധനം വിതരണം നടത്തുന്നത്. ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരുടെ കാര്യം നോക്കണം, എന്നാൽ അപകടങ്ങൾ സംഭവിക്കുന്ന ഒഴിവാക്കണം. അങ്ങനെ ഒരു മാർഗമാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, നമുക്ക് സന്തോഷമുണ്ടായാലും ദുഃഖമുണ്ടായാലും ഒരു ഗവൺമെൻറ്റിനെ പോലെ വലിയൊരു സ്ഥാപനത്തെ പോലെ ഓടിയെത്തുന്ന ഒരാളാണ് യൂസഫ് അലി സാർ. സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും അദ്ദേഹം ആദ്യം ഓടിയെത്തും. അതുപോലെ തന്നെയാണ് യൂസഫ് അലി സാറ് നമുക്ക് ഈ അപകടമുണ്ടായപ്പോൾ ധനസഹായം അനൗൺസ് ചെയ്യുകയും 16 പേർക്ക് മരണപ്പെട്ടവർക്ക് 1,00,000 രൂപ വീതവും പരിക്ക് പറ്റിയവർക്കും ധനസഹായം നൽകുവാനാണ് ഇന്ന് നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രി K മുരളീധരൻ എത്തിച്ചേർന്നിട്ടുള്ളത്. യൂസഫ് അലി ഗ്രൂപ്പിനും സ്റ്റാഫിനും ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കൊമ്പഴ രാമഞ്ചിറ മേഖലയിലെ ആനശല്യം MLA സ്ഥലം സന്ദർശിച്ചു. 3 കിലോമീറ്റർ നീളത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കുമെന്ന് MLA K രാജൻ. കുതിരാൻ മേഖലയിലെ ആനശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ മേഖലയിൽ 3 കിലോമീറ്റർ നീളത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കുമെന്ന് MLA K രാജൻ പറഞ്ഞു. വനംവകുപ്പ് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വാണിയമ്പാറ മുതൽ കുതിരാൻ മേഖല വരെയാണ് ഫെൻസിംഗ് നിർമ്മിക്കുക. ഇതിന്റെ ടെൻഡർ നടപടികൾ ഈ മാസം പൂർത്തീകരിക്കും. പ്രാദേശികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രദേശത്ത് നിന്ന് ഒരു വാച്ചറെ നിയമിക്കും. മേഖലയിൽ PRT രൂപീകരിക്കുകയും അവർക്കാവശ്യമായ വെളിച്ച സംവിധാനവും പടക്കവും വനംവകുപ്പ് നൽകുകയും ചെയ്യും. ഇതിനു പുറമെ ആന നിരന്തരം വരുന്ന 3 കേന്ദ്രങ്ങളിൽ ക്യാമറ സ്ഥാപിക്കും. 27 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുക. MLA ഫണ്ടിൽ നിന്നും ആനത്താറയിൽ 2 മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിക്കും. ചർച്ചയിലെ വിശദാംശങ്ങളും പ്രദേശത്തെ സ്ഥിതിയും MLA K രാജൻ വനമന്ത്രിയെ വിളിച്ച് നേരിട്ട് ധരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം രാജി ഗരീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഖിൽ PS, പഞ്ചായത്ത് മെമ്പർ സനിൽ വാണിയമ്പാറ, PC ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ TN രാജേഷ് തുടങ്ങിയവർ MLAക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്ത് ആനിറങ്ങുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. നാട്ടുകാരെ മുഴുവൻ നമ്മൾ നിൽക്കുന്ന വീടിന്റെ തൊട്ടടുത്തേക്ക് കൂടി ആന കടന്നു പോയിട്ടുള്ളതിന്റെ ഒരു പ്രശ്നമാണ് നമ്മൾ കാണുന്നത്. പ്രദേശത്ത് ആനിറങ്ങുന്നത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമായി കണ്ട് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നൊന്ന് കൂടി പ്രാഥമികമായി ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 27 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 3 കിലോമീറ്റർ ദൂരം ഹാങ്ങിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് സാങ്ഷനായി കിട്ടാൻ അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കിടക്കാൻ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയെ തന്നെ ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് CCFനെ വിളിച്ച് അടിയന്തരമായ കാര്യത്തിൽ ഇടപെടലുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം തന്നെ ടെൻഡർ നടപടികളിലേക്ക് കിടക്കാനും തുടർന്നുള്ള ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ പറ്റും. PRT പ്രദേശത്ത് രൂപീകരിക്കണമെങ്കിൽ ജനങ്ങളുടെ സഹായത്തോടെ ഒരു വളണ്ടറി ആയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടി വരും. അത് ഇവിടെ ഉണ്ടാക്കാം എന്ന് ബന്ധപ്പെട്ട പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞതനുസരിച്ച് ഇവിടെ അത് ഉണ്ടാക്കും. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ എല്ലാവരുടെയും യോഗം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മാത്യു നൈനാനും മെമ്പർ
പഞ്ചായത്ത് മെമ്പർ സനിൽ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വാർഡൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ചേർന്ന് PRTയുടെ പ്രവർത്തനങ്ങൾ വേഗതയിലാക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കും. അവർക്കുള്ള പരിശീലനവും ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാം എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ചുറ്റുവട്ടത്ത് ഇവർ പറഞ്ഞതനുസരിച്ചുള്ള 3 കേന്ദ്രങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാനും അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇടം കണ്ടെത്താനും ഫോറസ്റ്റ് വകുപ്പ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തന്നെ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാച്ചറെ നിയമിച്ചിരുന്നു. ഒരാളെ കൂടി ഇന്നത്തെ ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഒരു വാച്ചറെ കൂടി ഈ പ്രദേശത്ത് പ്രാദേശികമായിട്ട് കിട്ടാവുന്ന ഒരാളെ തന്നെ നിയമിക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ജനങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് ഇത് കാണുന്നത്. നേരത്തെ ഉണ്ടാക്കുന്ന സാധാരണയുള്ള ഫെൻസിങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള പല കാരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ആന വീണ്ടും പ്രവേശിക്കാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. ജനങ്ങൾ വളരെ കർശനമായിട്ട്. ശക്തമായ ചുഴലിക്കാറ്റിൽ 9ഓളം വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു. ഇന്നലെ രാവിലെയുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ തൃശൂർ താലൂക്കിലെ നടത്തറ വില്ലേജിലെ മുറിയൻകുന്ന് ഉന്നതി പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. 9ഓളം വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു. ആളപായമില്ല. ഇതിനു പുറമെ പൂച്ചെട്ടി ഭാരതീയ വിദ്യാഭവൻ വിദ്യാമന്ദിർ KG സെക്ഷൻ കോമ്പൗണ്ടിലെ ഒരു പടുകൂറ്റൻ മരവും കടപുഴകി വീണു. കെട്ടിടത്തിന്റെ ട്രസ്മേഞ്ഞ ഷീറ്റും ഇളകി മാറിയിട്ടുണ്ട്. കൂടാതെ KG സെക്ഷനിലേക്കുള്ള വഴിയുടെ അരികിലായുള്ള 2 തേക്ക് മരങ്ങളും കടപുഴകി സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണു. മരം തൊട്ടടുത്തുള്ള കൃഷ്ണകുമാർ എന്ന വ്യക്തിയുടെ വീടിന്റെ ഷീറ്റ് മേഞ്ഞ ഭാഗത്തേക്ക് പതിച്ചിട്ടുണ്ട്. സംഭവസ്ഥലം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. പ്രദേശത്തെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി. MLA രാജൻ ജെ പല്ലന്റെ ഓഫീസ് തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിന് പിൻവശം ബെന്നറ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേരമ്പൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഇവിടെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എംഎൽഎയുടെ UDF എംഎൽഎയുടെ ഒരു ഓഫീസ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് എൻ്റെ കാലത്തൊക്കെ ഓഫീസിലായിരുന്നില്ല. എൻ്റെ വീടാണ് എൻ്റെ ഓഫീസ്. അത് ഉദ്ഘാടനമൊന്നുമില്ല. ആളുകൾ ഏതായാലും കാലത്തിന്റെ മാറ്റം അനുസരിച്ച് സമീപിക്കാൻ സൗകര്യമുള്ള സ്ഥലം ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുകയും അത് പ്രവർത്തനമായി ലഭിക്കുകയും. ഫുട്ബോൾ ലോകകപ്പിനൊരുങ്ങി തൃശൂർ കാൽഡിയൻ സ്കൂൾ. ഫുട്ബോൾ ലോകകപ്പ് കിക്ക് ഓഫിന് തയ്യാറായി നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമായ ഒരു സ്കൂളുണ്ട്. ലോക ഫുട്ബോൾ ഇന്നേ വരെ കണ്ട അതികായന്മാരായ 2 കളിക്കാരുടെ കയ്യൊപ്പ് പതിഞ്ഞ അമൂല്യ വസ്തുക്കൾ നിധി പോലെ കാക്കുന്ന ഒരു സ്കൂൾ. ഫുട്ബോൾ മാന്ത്രികൻ സാക്ഷാൽ പെലെ കയ്യൊപ്പ് ചാർത്തിയ ബ്രസീലിയൻ ജേഴ്സിയും ഫുട്ബോളിന്റെ ദൈവം എന്നറിയപ്പെടുന്ന മറഡോണ കയ്യൊപ്പ് ചാർത്തിയ ഫുട്ബോളും. കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്വർണ്ണ വ്യാപാരി ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ 2012 കണ്ണൂരിലേക്ക് മറഡോണയെ കൊണ്ടുവന്നപ്പോൾ സ്കൂൾ പ്രിൻസിപ്പലായ ഡോക്ടർ അബി പോളിന് നേരിട്ട് ഒപ്പിട്ട് നൽകിയ ഫുട്ബോളാണ് ആദ്യത്തേത്. കണ്ണൂർ സ്റ്റേഡിയത്തിൽ നടത്തപ്പെട്ട അതിഗംഭീര ചടങ്ങിന് ശേഷം
ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ ബോബി പ്രിൻസിപ്പലിനെ മറഡോണയ്ക്ക് പരിചയപ്പെടുത്തി. ഹസ്തദാനം ചെയ്ത് അദ്ദേഹം പ്രിൻസിപ്പലിന്റെ കൈവശമുള്ള 2 പന്തുകൾ ഒപ്പിട്ട് നൽകി. ഒരെണ്ണം സ്കൂളിനും ഒരെണ്ണം മറഡോണയുടെ കടുത്ത ആരാധകനായ പ്രിൻസിപ്പലിനും. സ്കൂളിലെ കുട്ടികളോട് അദ്ദേഹത്തിന്റെ ആശംസ അറിയിക്കുവാനും പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂർ നേരിട്ട് സ്കൂളിൽ വരികയും നിരവധി ഫുട്ബോൾ താരങ്ങളുടെയും പൗരാവലിയുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ അത് അന്നത്തെ സ്കൂൾ രക്ഷാധികാരിയായിരുന്ന ഡോക്ടർ മാറപ്രേം തിരുമേനിക്ക് ഔപചാരികമായി കൈമാറുകയും ചെയ്തു. രണ്ടാമത്തേത് ബ്രസീലിയൻ ഇതിഹാസമായ പെലെ സ്കൂളിന് ഒപ്പിട്ട് നൽകിയ ജേഴ്സിയാണ്. 2017 കൽക്കട്ടയിൽ സ്വകാര്യ സന്ദർശനം നടത്തിയ അദ്ദേഹത്തിന്റെ കൂടെ കൽദായ സഭയുടെ എപ്പിസ്കോപ്പ മാർ യോഹന്നാൻ യോസഫ് അതിഥിയായി പോവുകയും സ്കൂളിനായി ഒരു ജേഴ്സി ആവശ്യപ്പെടുകയുമായിരുന്നു. പാർക്കിൻസൺസ് രോഗം കലശമായി ബാധിച്ച അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടി ഓട്ടോഗ്രാഫ് ചെയ്യുകയും അത് ബിഷപ്പിനെ ഭദ്രമായി ഏൽപ്പിക്കുകയും ചെയ്തു. യോഹന്നാൻ തിരുമേനി തൃശൂരിൽ തിരിച്ചെത്തിയ ഉടനെ അത് പ്രിൻസിപ്പാളിന് കൈമാറുകയും ചെയ്തു. മറഡോണയും പെലെയും മരിച്ച അവസരത്തിൽ സ്കൂളിൽ വിപുലമായ അനുശോചന ചടങ്ങുകൾ നടത്തിയിരുന്നു. വർഷാവർഷം അവരുടെ ഓർമ്മ ദിവസങ്ങളിൽ സ്കൂളിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചു പോരുന്നു. കൂടാതെ ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ജർമ്മനിയിലെ ഫിഫയുടെ സ്റ്റോറിൽ നിന്ന് ലോകകപ്പിന്റെ ഒരു മാതൃകയും സ്കൂളിന് സമ്മാനമായി കൊടുത്തിട്ടുണ്ട്. അതും അവിടെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഫുട്ബോൾ ലോകകപ്പിനോടനുബന്ധിച്ച് നിരവധിയായ പരിപാടികളാണ് സ്കൂളിലെ കായിക അധ്യാപകരായ നവീൻ ആന്റണി മാഷും അനീഷ് മാഷും ഒരുക്കിയിട്ടുള്ളത്. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ കൊടികളും സ്കൂളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലോകകപ്പിന്റെ ഉദ്ഘാടനം നടക്കുന്ന ബുധനാഴ്ച സ്കൂളിലെ എല്ലാ കുട്ടികളും അവർക്കിഷ്ടമുള്ള ടീമിന്റെ ജേഴ്സി അണിഞ്ഞാണ് സ്കൂളിലെത്തിയത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15-ാം തീയതി മുതൽ ആരംഭിക്കും. മന്ത്രിസഭ അംഗീകാരം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിര ഗ്യാരണ്ടി പ്രകാരമുള്ള KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ 15-ാം തീയതി മുതൽ ആരംഭിക്കുവാൻ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുക. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കും യാത്ര സൗജന്യമായിരിക്കും. ഇതിൽ പ്രകാരം KSRTCക്ക് 800 കോടിയോളം രൂപ നഷ്ടം സംഭവിക്കും. KSRTCയുടെ നഷ്ടം നികത്താൻ 800 കോടി രൂപ വർഷത്തിൽ നൽകും. നിലവിൽ വർഷം തോറും സർക്കാർ 1500 കോടി രൂപ KSRTCക്ക് നൽകി വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഒരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. പാലുവായി സെന്റ് ആന്റണീസ് UP സ്കൂളിൽ ഒരാഴ്ച നീണ്ടുനിന്ന പരിസ്ഥിതി ദിന വാരാചരണ പരിപാടികൾ സമാപിച്ചു.
പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നടന്ന സെമിനാർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഡോക്ടർ നോയൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാർത്ഥികൾ ഒരാഴ്ച നീണ്ടുനിന്ന പ്രവർത്തനങ്ങളെ സംക്ഷിപ്തമായി വിവരിച്ചു. ഉയർത്തിപ്പിടിച്ച ഗ്ലോബിന് മുകളിലായി പച്ചിലകൾ വിരിച്ചു പിടിച്ച് ഭൂമിക്കൊരു പച്ച പൂക്കുട എന്ന ആശയം മുൻനിർത്തി വിദ്യാർത്ഥികൾ പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടൽ, പോസ്റ്റർ മേക്കിംഗ്, ഉപന്യാസ ചിത്ര രചനാ മത്സരം, പരിസ്ഥിതി ക്വിസ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നടന്നു. വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. വിവിധ പ്രവർത്തനങ്ങളെ അധ്യാപകരായ ജോളി ജോസ്, അഞ്ജലി, ഫെമി, ആൻസി, അനീഷ, ജെസ്സി, റോസ്മോൾ എന്നിവർ വിവിധ ദിവസങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തി. വിദ്യാർത്ഥികളായ സാരംഗ്, അനാമിക, സയാൻ, കൃഷ്ണനന്ദ, അനുശ്രീ, എൽന എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി കൂട്ടായ്മകൾ പരിസ്ഥിതി വാരാചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലാലൂരിലുള്ള IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് യുവജനക്ഷേമ കായിക മ്യൂസിയം വകുപ്പ് മന്ത്രി OJ ജനീഷ് സന്ദർശിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, തൃശൂർ MLA രാജൻ ജെ പല്ലൻ, തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ, സ്പോർട്സ് കൗൺസിൽ ഉദ്യോഗസ്ഥർ, തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ നഗരസഭ അമൃത പദ്ധതിയുടെ അർബൻ ട്രാൻസ്പോർട്ട് സെക്ടറിന് കീഴിൽ നടപ്പാക്കിയ പോട്ട് ഹോൾ റിപ്പയറിംഗ് മെഷീൻ യുവജന കായികക്ഷേമ മ്യൂസിയം വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TR സന്തോഷ് ജേക്കബ് പുലിക്കോട്ടിൽ, കരോളി ജോഷ, ഗോപാലകൃഷ്ണൻ, ഡിവിഷൻ കൗൺസിലർമാരായ വിഭിത വാസു, P സുകുമാരൻ, സുനിത വിനോദ്, മറ്റ് കൗൺസിലർമാർ, സെക്രട്ടറി VP ഷിബു, എഞ്ചിനീയർ ഷൈബി ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന വാഹന ഗതാഗതവും പൊതുജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. നഗരത്തിലെ റോഡുകളിൽ രൂപപ്പെടുന്ന കുഴികൾ സമയബന്ധിതമായും കാര്യക്ഷമമായും പരിഹരിക്കുന്നതിനും റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കും 1 കോടി രൂപ ചെലവഴിച്ചാണ് കോർപ്പറേഷൻ ഈ മെഷീൻ രൂപപ്പെടുത്തിയത്. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് സ്വാഗതം പറഞ്ഞു. TK ചാത്തുണ്ണി മെമ്മോറിയൽ എമർജിംഗ് ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരം പത്തനംതിട്ട സ്വദേശിയും അണ്ടർ-20 നാഷണൽ ഫുട്ബോൾ ചാമ്പ്യന്മാരായ കേരള ടീം അംഗവുമായ ഷെറിൽ ഷാജി തോമസിന് സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുൻ ഫുട്ബോൾ താരങ്ങളായ വിക്ടർ മഞ്ഞില, MM ജേക്കബ്, മാർട്ടിൻ C മാത്യു എന്നിവരുടെ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. പ്രഥമ പുരസ്കാരം കഴിഞ്ഞ വർഷം അണ്ടർ-20 ഫുട്ബോളറായ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാദിലിനാണ് നൽകിയത്. മെഴ്സി കോപ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ദിനമായ ഓഗസ്റ്റ് 15 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. മെഴ്സി കോപ്പ് ചാരിറ്റബിൾ പ്രവർത്തകരായ US അജയകുമാർ, സുഭാഷ് ചന്ദ്രദാസ്, പ്രൊഫസർ കൃഷ്ണകുമാരി, സിൽവ സുനിൽകുമാർ, സഞ്ജയ് സുദർശൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒല്ലൂർ പടവരാട് നിയന്ത്രണം തെറ്റിയ കാർ കലുങ്കിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തമിഴ്നാട്ടിൽ നിന്നും അതിരപ്പള്ളിയിലെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 4 അംഗ സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്കാണ് സംഭവം. നിയന്ത്രണം തെറ്റിയ വാഹനം റോഡരികിലെ കലുങ്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഉള്ളൂർ പോലീസും ഉള്ളൂർ ആക്സ് പ്രവർത്തകരും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ഉടൻ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അടാട്ട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കെ നെല്ല് സംഭരണം നടത്തിയെന്ന് കൃത്രിമ രേഖയുണ്ടാക്കി കോടികൾ തട്ടിയ ജോയിന്റ് രജിസ്ട്രാറായ P രാമചന്ദ്രനെ വീണ്ടും തൃശൂർ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ നിയമിക്കാൻ ശ്രമം നടത്തിയെന്ന് സന്തോഷ് ചിറ്റിലപ്പള്ളി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജില്ലയിലെ മറ്റൊരു സംഘമായ നെല്ല് സംഭരണ സംഘവുമായി നെല്ല് സംഭരിക്കുന്നതിൽ കരാറുണ്ടാക്കി സംവരണം കടലാസിൽ മാത്രം ഒതുക്കി. സംഭരിച്ച നെല്ലിന്റെ പണം നൽകാനെന്ന വ്യാജേന അടാട്ട് ഫാർമേഴ്സ് ബാങ്കിൽ നിന്നും 6 കോടിയിൽ പരം രൂപ നെല്ല് സംഭരണ സംഘത്തിന് നൽകിയതായി രേഖകൾ ഉണ്ടാക്കിയാണ് നെല്ല് സംഭരണ സംഘവുമായി ചേർന്ന്
2012 മുതൽ 14 വരെ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിച്ച പി രാമചന്ദ്രനും കൂട്ടരും ഈ തട്ടിപ്പ് നടത്തിയത്. സംഭരിച്ച നെല്ല് സംഭരണ സംഘത്തിന് നൽകുമ്പോൾ യഥാസമയം ബാങ്കിന് വില നൽകണമെന്നായിരുന്നു കരാർ. ബാങ്കിന് പണം നൽകാതെ 6 കോടിയിൽ പരം രൂപ അഡ്മിനിസ്ട്രേറ്ററും നെല്ല് സംഭരണ സംഘം ഭരണസമിതിയും ചേർന്ന് തട്ടിയെടുക്കുകയായിരുന്നു. ഇതേ ഉദ്യോഗസ്ഥനെ ജില്ലയുടെ സഹകരണ വകുപ്പ് മേധാവിയായി കൊണ്ടുവന്ന് കേസുകൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ സന്തോഷ് ചീറ്റിലപ്പള്ളി പങ്കെടുത്തു. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മണ്ണുത്തി അയ്യപ്പ അഗ്രി ഫാമിൽ പൂത്തിളഞ്ഞു നിൽക്കുന്ന ഈന്തപ്പനകൾ ശ്രദ്ധേയമാകുന്നു. രാജസ്ഥാനിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന ഈന്തപ്പനകളാണ് ഇപ്പോൾ സമൃദ്ധമായി പൂത്തു നിൽക്കുന്നത്. മണ്ണുത്തിയിലെ വിജയദാസിന്റെ ഉടമസ്ഥതയിലുള്ള അയ്യപ്പ അഗ്രി ഫാമിലാണ് ഈ അപൂർവ കാഴ്ച. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപാണ് ഈന്തപ്പനകൾ ഫാമിൽ നട്ടുപിടിപ്പിച്ചതെന്ന് നഴ്സറി ഉടമ വിജയദാസ് പറഞ്ഞു. എടക്കുന്നി കുമ്മാട്ടി സംഘവുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി. മോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ വ്യക്തികളുമായി ആശയവിനിമയം നടത്താനായി ഒല്ലൂരിലെത്തിയ കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി എടക്കുന്നി കുമ്മാട്ടി സംഘവുമായി സംവദിച്ചു. തൃശൂരിലെ പൂരങ്ങളും കുമ്മാട്ടി പോലുള്ള കലാരൂപങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ജീവശ്വാസമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇവ കാത്തുസൂക്ഷിക്കുന്ന കലാകാരന്മാരെ താങ്ങി നിർത്തേണ്ടത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന കുമ്മാട്ടിയിലേക്ക് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയും കലാരൂപത്തിന്റെ ഉന്നമനത്തിനായി ഒരു നിവേദനവും കുമ്മാട്ടി സംഘം സമർപ്പിച്ചു. എടക്കുന്നി കുമ്മാട്ടി കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് സച്ചിൻ നായർ, സെക്രട്ടറി ഹരിപ്രസാദ്, ട്രഷറർ ദേവപ്രസാദ് എന്നിവരും BJP നേതാക്കളായ ജസ്റ്റിൻ ജേക്കബ്, അശ്വിൻ വാര്യർ, ഡിവിജ് ND, സുഭാഷ് എടക്കുന്നി, ദീപക് പാറയിൽ, അജിത് മേനോൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. SSF കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് സെൻസോറിയം ചെറുതുരുത്തിയിൽ സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുറഹിമാൻ സഖാഫി, C മുഹമ്മദ് ഫൈസി, താഴപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിത പ്രമുഖർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. സമസ്ത സമഗ്രതയുടെ സഞ്ചാരം എന്ന പ്രമേയത്തിൽ 2 വേദികളിലായി വിവിധ സെഷനുകളും അവതരണങ്ങളും നടക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നായി പ്രവേശന പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 500 പ്രതിനിധികൾ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി ഫത്ഹുൽ മുയീൻ, ഷറഹു ജമീൽ ജവാമി എന്നീ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയുള്ള വൈജ്ഞാനിക മത്സരങ്ങളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ SSF കേരള സെക്രട്ടറി ഷുഹൈബ് വയാട്, മുഹമ്മദ് ബാസിം നൂറാനി, സൈഫുദ്ദീൻ TP, മുഹ്സിൻ റബ്ബാനി, ഹസീൻ നൂറാനി എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരിയിൽ നട്ടെല്ലിൽ കുത്തേറ്റ രോഗിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രി 10ഓളം പേർ ചേർന്നുള്ള ആക്രമണത്തിൽ നട്ടെല്ലിൽ കുത്തേറ്റ നിലയിൽ 29-കാരനായ യുവാവിനെ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. വിശദമായ പരിശോധനയിൽ
സുഷുമ്ന നാഡിയോട് അടുത്തായി ഒരു മൂർച്ചയുള്ള ഉപകരണം ആഴത്തിൽ കയറിയതായി കണ്ടെത്തി. ഉപകരണം അതീവ ശ്രദ്ധയോടെ നീക്കം ചെയ്യാതിരുന്നാൽ സുഷുമ്ന നാഡിക്ക് ഗുരുതര പരിക്ക് സംഭവിക്കാനും രോഗിയുടെ 2 കാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. രോഗിയുടെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് ന്യൂറോ സർജറി വിഭാഗത്തിന്റെയും ഡോക്ടർമാർ സംയുക്തമായി അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും സുഷുമ്ന നാഡിക്ക് യാതൊരു പരിക്കും സംഭവിക്കാതെ കുത്തിക്കയറിയ ഉപകരണം വിജയകരമായി നീക്കം ചെയ്യുകയും ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സർജറി വിഭാഗത്തിലെ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരും ന്യൂറോ സർജറി വിഭാഗത്തിലെ ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമുമാണ് ശസ്ത്രക്രിയ നടത്തിയത്. രോഗി സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. സെറാഫ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭവന നിർമ്മാണ സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂവഞ്ചിറ വട്ടപ്പറമ്പിൽ ബൾക്കീസിന്റെ വീടിന്റെ പണികൾ പൂർത്തിയാക്കി നൽകി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു ടീച്ചർ താക്കോൽദാനം നിർവഹിച്ചു. സെറാഫ്സ് പ്രസിഡന്റ് ഫാദർ CM രാജു അധ്യക്ഷത വഹിച്ചു. വിവാഹശേഷം 2 കുട്ടികളായി കഴിഞ്ഞ് ഏറെ താമസിയാതെ ബൾക്കീസിന് ഭർത്താവിന്റെ സഹായമില്ലാതെയായി. അവിടെ നിന്നിങ്ങോട്ട് നീണ്ട 20 വർഷം ബുദ്ധിമാന്യമുള്ള 2 മക്കളുമായി വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതത്തിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് കണക്കില്ല. രോഗങ്ങളും ദാരിദ്ര്യവും തളർത്തിക്കളഞ്ഞ തൻ്റെ കുടുംബത്തിന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സ്വന്തമായ ഒരു വീട് എന്നതായിരുന്നു ബൾക്കീസിൻ്റെ ജീവിതാഭിലാഷം. സർക്കാർ സഹായം കൊണ്ട് ലഭിച്ച വീട് അസുഖബാധിതരായ തനിക്കും മക്കൾക്കും ഉപയോഗിക്കത്തക്ക വിധം ഉള്ളതായിരുന്നില്ല. അപ്പോഴാണ് 7 വർഷമായി തൻ്റെയും കുടുംബത്തിൻ്റെയും ചികിത്സാ ചെലവും ഭക്ഷണ കാര്യങ്ങളും നിർവഹിച്ചിരുന്ന സെറാഫ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹായം തേടിയത്. സെറാഫ് വീട് ടൈൽ വിരിച്ച് ബാത്റൂം ഉപയോഗിക്കത്തക്ക വിധം പുനർനിർമ്മിച്ച് പ്ലംബിംഗ് ജോലികളും പൂർത്തീകരിച്ച് നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, വാർഡ് മെമ്പർ അനൂപ്, സെറാഫ് ജനറൽ കൺവീനർ എബ്രഹാം നാജിറ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സെറാഫ് ബോർഡ് അംഗങ്ങളായ ബെന്നി TV, ജോസ് തുരുത്താട്ട്, ഷിബു TJ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. അച്ഛൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട എല്ലാവരുമേ, ബഹുമാനപ്പെട്ട എബ്രഹാം നാഞ്ചിറ മാഷ് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ദീർഘമായി ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. സെറാഫ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഭവനം ഏറെ കാലങ്ങളായിട്ട് സെറാഫ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കി പോകുന്ന ഒരു കുടുംബം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ് നിർമ്മിച്ച് നൽകിയ ഒരു ഭവനം, അതിന് ചില കുറവുകൾ, സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് ചില പരിമിതികളുണ്ട്. അത് നിന്നുകൊണ്ടാണ് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്ന അറിയാം. അതിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ തക്കവണ്ണമാണ് സെറാഫ്സ് ശ്രമിച്ചത്. മനോഹരമായിട്ട് ഒരു വീടിൻ്റെ തറയും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി, കിച്ചണിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി, ബാത്റൂമിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി. അവർക്ക് പ്രത്യേകിച്ച് വയ്യാത്ത ഒരു കുട്ടിയുണ്ടെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ, 2 പേരും വയ്യാത്തവരാണ്. അവർക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ക്രമീകരിച്ച നമ്മളാണ്. ഇന്ത്യൻ ക്ലോസറ്റിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവർ നമ്മോട് പറയുകയുണ്ടായി. അത് മാറ്റിയിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച് കൊടുത്ത് മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എന്താണെങ്കിലും സന്തോഷമുണ്ട്. ഈ മീറ്റിങ്ങിലേക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പറും ഒക്കെ വന്നതിൽ വളരെ സന്തോഷം. കേസിന്റെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിപ്പം പുതിയ ഭരണസമിതി കയറുമ്പോൾ വീടിന്റെ പണി പൂർത്തിയാക്കി ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ പൂർത്തിയാക്കി എന്ന് പറയാൻ സാധിക്കില്ല. ഒരു 65% എത്തി നിൽക്കുമായിരുന്നു. ഈ 4 വീട്, ഇവിടെ 4 വീടാണ് അതിദരിദ്രർക്കുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കയറി താമസിക്കാൻ പറ്റിയ യോഗ്യത ആയിട്ടില്ല. അപ്പോൾ ഉടനെ ഞങ്ങൾ ഇരുന്ന് ആലോചിച്ച്, ഭരണസമിതിയും പഞ്ചായത്ത് സ്റ്റാഫും ഒക്കെ ഇരുന്ന് ആലോചിച്ച് ഇതെന്ത് ചെയ്യുക, എങ്ങനെയാണ് ഇനി കുറച്ചുകൂടെ ചെയ്താലേ അവർക്ക് താമസയോഗ്യമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മേക്കാട്ടിൽ ജോയി ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു മനസ്സിൻ്റെ ഉടമയായത് കാരണം അപ്പോൾ ഈ 4 വീടിനും ഒരു ഏകദേശം നല്ലൊരു സംഖ്യ തന്നു. ഒരുവിധം താമസയോഗ്യമാക്കാൻ വേണ്ടി പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഞങ്ങൾ ഒരു മാസമായി കാണും ഇവിടെ താക്കോൽ കൊടുത്തിട്ട്. അപ്പോഴും ഈ തറ ടൈലിടാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തൊരു ദൈവദൂതനായിട്ട്, ഇവർക്ക് കുടിവെള്ളം ഇല്ല, ഈ 4 വീട്ടുകാർക്കും ജലനിധി കണക്ഷൻ ഈ അടുത്തൊക്കെ ഉണ്ട്, പക്ഷേ ഇവർക്ക് കിട്ടണമെങ്കിൽ 15,000 രൂപ ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പല തരത്തിൽ അന്വേഷിച്ചു, ഇതുവരെ കിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബൽക്കീസിൻ്റെ നമ്മുടെ പഞ്ചായത്ത് സ്റ്റാഫിൽ പെട്ട ഒരാൾ തന്നെ ഇവർക്ക് ജലനിധി കുടിവെള്ളത്തിൽ സൗകര്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നത്. അങ്ങനെ കുടിവെള്ളമായി. അതിനുശേഷമാണ് ഇപ്പം ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ബാക്കി പ്രവർത്തനങ്ങളെല്ലാം സെറാഫ്സ് ഏറ്റെടുത്തൽ കേട്ടാൽ വളരെ സന്തോഷം. സെറാഫ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട്, ഇപ്പം ഞാൻ
കയറിയതിന് ശേഷം 5ാമത്തെ വീടാണെന്ന് തോന്നുന്നത് താക്കോൽ കൊടുക്കാൻ. അപ്പൊ ഞാനത് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വെച്ചു, ഈ സെറാബ്സ് എന്നും ഇത് തന്നെയാണല്ലോ. കഴിഞ്ഞ ആഴ്ചയാണ് വേറൊരു വീടിന് ഇതുപോലെ ചെയ്തിട്ട് താക്കോൽ കൊടുത്തത്. എന്തായാലും ഇവരുടെ പ്രവർത്തനത്തിന് ഞാൻ അന്നും എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നുമില്ല. പഞ്ചായത്തിൽ ആരോട് സെറാബ്സ് എന്ന് പറഞ്ഞാൽ ആർക്കും ഏതൊരു മനുഷ്യനും അവരെക്കുറിച്ച് അറിയാം. തൃശൂർ കണ്ണംകുളങ്ങര കടുങ്ങിൽ പരേതനായ കൊച്ചക്കൻ മകൻ ഷാജി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തി. ഭാര്യ ചന്ദ്രിക, മകൾ ഐശ്വര്യ, മരുമകൻ ശരത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടും നഗരവും ഫുട്ബോൾ ലഹരിയിൽ. ജൂൺ 11 ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിന് വേണ്ടിയുള്ള മത്സര കളിയുടെ ആഹ്ലാദ തിമിർപ്പിലാണ് ഫുട്ബോൾ കലാകാരന്മാരും ഫുട്ബോൾ പ്രേമികളും. തൃശൂർ നിയോജക മണ്ഡലത്തിലെ വില്ലടം പേരേപ്പാടം ഭാഗത്ത് മിന്നൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ വീട് തൃശൂർ MLA രാജൻ ജെ പല്ലൻ സന്ദർശിച്ചു. സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന് ദുരിതബാധിതർക്കും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പ്രഖ്യാപിച്ച ധനസഹായം ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ കൈമാറി. കൊമ്പഴ രാമഞ്ചിറ മേഖലയിലെ ആനശല്യം MLA സ്ഥലം സന്ദർശിച്ചു. 3 കിലോമീറ്റർ നീളത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കുമെന്ന് MLA K രാജു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.